ഒരു MLA-ക്കും രാഷ്ട്രീയ കേരളത്തിൽ ഇത്തരം ഗതികെട്ടൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സഹതപിക്കുകയാണ് വലിയ രീതിയിൽ. കാരണം പാതിരാത്രി തലയിൽ മുണ്ടിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയിലാണ് പാലക്കാട്ടെ MLA. ഇന്നലെയും അതാണ് സംഭവിച്ചത്. MLA-യുടെ സ്വന്തമല്ലാത്ത കാറിൽ, ബോർഡ് വെക്കാത്ത കാറിൽ അദ്ദേഹം വളരെ രഹസ്യമായി ഇവിടെ തലയിൽ മുണ്ടിട്ട് വന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്ഘാടനം, ഒരു ഫ്ലാഗ് വീശി അപ്പം തന്നെ ഇവിടെ നിന്ന് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ MLA പാലക്കാടിനും കേരളത്തിനും ആകെ അപമാനമാണ്. പുറത്ത് ആളുകൾക്കിടയിൽ പരസ്യമായി ഇറങ്ങി വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ സൂചിപ്പിച്ചു, പൊതുപരിപാടിയിൽ MLA എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾ, ജനകീയ പ്രതിഷേധങ്ങൾ പാലക്കാട് നിന്ന് ഉയർന്നു വരും. ആ പ്രതിഷേധങ്ങളുടെ മുന്നണി പോരാളികളായി DYFI ഉണ്ടാവും. DYFI പറഞ്ഞു, MLA എന്ന നിലയ്ക്ക് ഒരു പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, അദ്ദേഹം മാറി നിൽക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, മീശമാധവൻ എന്ന് പറയുന്ന സിനിമയിൽ രാത്രി പട്ടാളം പുരുഷീൻ്റെ വീട്ടിലേക്ക് ജഗദീഷ് ശ്രീകുമാർ കയറിപ്പോകുന്നത് പോലെ തലയിൽ മുണ്ടിട്ട് ആളുകളെ കബളിപ്പിച്ച് വഞ്ചിട്ട് ഒരു MLA കടന്നു വരുന്ന കാഴ്ചയാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇവിടെ ബന്ധപ്പെട്ട അഫിലിയേറ്റഡ് സംഘടനകളുണ്ട്, തൊഴിലാളി സംഘടനകളുണ്ട്. അവരെ ആരെയും അറിയിക്കാതെ ഇവിടെ 2 പേര് അതിൽ കൃത്യമായി പങ്കുള്ള DTO, അദ്ദേഹത്തെ ഇപ്പോൾ ഞങ്ങൾ കണ്ട് സംസാരിച്ചു, ജോഷി ജോൺ അല്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ DTO എഞ്ചിനീയർ സുനിൽ. അപ്പോൾ ഇവർ 2 പേരും അവർ സമ്മതിച്ചു. ഇവിടെ ചിലരൊക്കെ പറഞ്ഞ പോലെ നേരിട്ട് വീട്ടിൽ പോയി MLA-യെ ക്ഷണിച്ച് ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ എഞ്ചിനീയറെ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു എന്ന് തീരുമാനിച്ച് MLA-യുടെ, അദ്ദേഹം ഭരണകക്ഷി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം കറകളൻ RSS ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംഘടന ഏതോ ആയിക്കോട്ടെ, BJP-യുടെ രാഷ്ട്രീയമുള്ള ആളാണ് സുനിൽ. ഈ BJP-യുടെ രാഷ്ട്രീയമുള്ള കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള INDC പ്രവർത്തകനായിട്ടുള്ള സുനിൽ സ്വയം മറ്റെവിടേക്കോ പ്രത്യേകം മാറി നിന്ന് MLA-യെ കൊണ്ടുവന്ന് വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി INDC-യുടെ പ്രവർത്തകരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് വളരെ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഇത് എത്രമേൽ അപമാനമാണ്, അപഹാസ്യമാണ്, എത്രമേൽ അപഹാസ്യമായ രീതിയിലാണ്. തീവ്രവാദ സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്ന പോലെയാണോ ഒരു MLA ഈ പൊതുസമൂഹത്തിൽ, കേരളീയ പൊതുസമൂഹത്തിൽ പാലക്കാട് പ്രവർത്തിക്കേണ്ടത്? പരസ്യമായി ഒരു ബോർഡ് വെച്ച്, ഒരു നോട്ടീസ് അടിച്ച്, ഒരു പ്രഖ്യാപനം നടത്തി, പത്രക്കുറിപ്പ് നടത്തി. നോക്കൂ, ഈ പാലക്കാട്ടെ ഇത്രയും അധികം ദൃശ്യ മാധ്യമങ്ങൾ ഇവിടെ ഇല്ലേ? പാലക്കാട് ഒരു ഇല വീണാൽ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ കൃത്യമായി പാലക്കാട്ടെ എല്ലാ സൂക്ഷ്മ രാഷ്ട്രീയ വിഷയങ്ങളും ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന, പാലക്കാട്ട് അത്രമേൽ ലൈവായി പ്രവർത്തിക്കുന്ന ഇത്രയും ദൃശ്യ മാധ്യമങ്ങളിൽ ഒരാളെ പോലും അറിയിക്കാതെ, പൊതുവിൽ ഇവരെക്കുറിച്ചൊക്കെ ഉള്ളൊരു ആക്ഷേപം, ഇവർ എവിടെ ചെന്നാലും 10 മാധ്യമങ്ങളുണ്ടാവും. മാധ്യമങ്ങൾ ഞങ്ങളെല്ലാവരും ആ രീതിയിൽ പറയല്ല, ചില മാധ്യമങ്ങളൊക്കെ ആയി വളരെ നല്ല ബന്ധം, നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവരെ. അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൽ വലിയ എക്സ്പേർട്സാണ്. പക്ഷേ ഏത് പ്രവർത്തനം നടത്തുമ്പോഴും വലിയ മാധ്യമ ശ്രദ്ധ വേണ്ട ആളുകളാണ്. ഇവിടെ നോക്കൂ, ഒരു മാധ്യമങ്ങളെയും അറിയിക്കാതെ, ഒരു നോട്ടീസും അടിക്കാതെ, ഒരു ബോർഡും വെക്കാതെ, ഇവിടെ ആരെയും അറിയിക്കാതെ ഇവിടെ പോലീസ് സംവിധാനങ്ങളെ ഇതുപോലെ ഒരു KSRTC സംവിധാനത്തിൽ ആളുകൾ നൂറുകണക്കിന് വന്നു പോകുന്ന സ്ത്രീകളും യുവതികളും കുട്ടികളും ഉൾപ്പെടെ ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടവരും ഉൾപ്പെടെയുള്ള ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ ഈ സമയത്തൊക്കെ ഇതുപോലെ MLA വരുമ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ട്. ആളുകളുടെ സുരക്ഷാ പ്രശ്നം കൂടെ മുൻനിർത്തിയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു പെർവേർട്ട്, ഒരു ക്രിമിനൽ, ആരെ കണ്ടാലും കാര്യങ്ങൾ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാൾ, നൂറുകണക്കിന് സ്ത്രീകൾ ആ സമയത്ത് ഇവിടെ ഉണ്ട്. പോലീസിൻ്റെ നോക്കൂ ഒക്കെ സുരക്ഷയിലല്ലെങ്കിൽ എങ്ങനെ ഇതുപോലൊരു ക്രിമിനൽ ഇവിടെ വരുമ്പോൾ, ഇയാളെ കൊണ്ടുവരുമ്പോൾ വീട്ടിൽ പോയി ക്ഷണിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരായി DYFI വകുപ്പ് അധികാരികൾക്ക്, വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ ഇന്ന് തന്നെ ഇൻസ്റ്റൻ്റായി പരാതി കൈമാറും. ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി അടിയന്തരമായി ഇതുപോലെയുള്ള ആളുകൾ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന KSRTC ആണ്. ഇവിടെ പറഞ്ഞു, ഏറെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് KSRTC-യെ ലാഭകരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ച ഗവൺമെൻറ്റാണ്. അതിന് നേതൃത്വം കൊടുത്ത സംഘടന, പ്രവർത്തകർ, ജീവനക്കാർ എല്ലാവരും ഉണ്ട്. അതിനെയെല്ലാം വെല്ലുവിളിച്ച് ഈ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ സംഘടനയുമായി ഗൂഢാലോചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ക്രിമിനലിനെ ആനയിച്ച് കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ചു പോകുന്ന രീതിയിലാണ് ഈ DTO പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന്, അതെ, പുതിയ ബസ്സുമല്ല, നേരത്തെയുള്ള ബസ്സാണ്. അത് നിന്ന് പോയത് ഞങ്ങൾ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകും.